ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ കുടിയേറ്റ മേഖലയായ ചീരട്ടാമലയിലാണ്. ഈ ചീരട്ടാമലയിൽ ആരോഗ്യ മേഖലയിൽ ഈ പ്രദേശത്തുള്ളവർക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കുന്ന തരത്തിൽ പുലാമന്തോൾ ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്ത് ഹെൽത്ത് മിഷൻ്റെ ഫണ്ട് ഉപയോഗിച്ച് 55 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഈ ഒരു സെൻറ്റർ നിർമ്മിക്കുന്നത്. ഈ സെൻറ്ററിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഒരു നഴ്സിന് ഫാമിലിയായിട്ട് താമസിക്കാനും ഇവിടെയുള്ള ആളുകൾക്ക് മരുന്നടക്കം എല്ലാ സംവിധാനങ്ങളോട് കൂടിയാണ് ഇവിടെ ആരോഗ്യ ഉപകേന്ദ്രം നിർമ്മിക്കുന്നത്. വാർഡ് മെമ്പറാണ് ലില്ലിക്കുട്ടി ടീച്ചർ. ഈ ആരോഗ്യ ഉപകേന്ദ്രത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. പറഞ്ഞോളൂ. കുടിയേറ്റ മേഖലയായ ഇവിടെ നമുക്ക് ഹോസ്പിറ്റലുകളിലൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു ഡോക്ടറുടെ സേവനം ഒരിക്കലെങ്കിലും ഒരു ഡോക്ടറുടെ സേവനവും മരുന്നും ലഭ്യമാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദിവാസികളുള്ളത് കൊണ്ടാണ് ഇത്രയും വൈഡായിട്ട് വലിയൊരു പദ്ധതി നമ്മൾ നടപ്പാക്കുന്നത്. അപ്പോൾ നമുക്കൊരു JPHന് താമസിക്കാനുള്ള സൗകര്യവും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഡോക്ടറുടെ സേവനവും മരുന്നും ലഭ്യമാക്കാൻ വേണ്ടിയാണ് ഈ പുതിയ പ്രൊജക്റ്റ് പഞ്ചായത്ത് ഈ പ്രൊജക്റ്റ് വെച്ചിട്ട് ഇത്രയും വലിയൊരു സബ് സെൻറ്റർ പണിതിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ നിലവിൽ ഡോക്ടർമാർ ഈ കുത്തിവയ്പ്പിന് മാത്രമേ ഡോക്ടർമാർ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഭാവിയിൽ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ ഡോക്ടർ എത്തണമെന്നാണ് ഇനി ഈ ഹെൽത്ത് സെൻറ്റർ പൂർത്തിയായതിനു ശേഷം. ഇത് 80കളിൽ തൊട്ട് IPP ഇന്ത്യൻ പോപ്പുലേഷൻ പ്രൊജക്റ്റ് പ്രകാരം ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു ആരോഗ്യ കേന്ദ്രമായിരുന്നു. അത് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തി ഇതിൽ കൂടുതൽ സൗകര്യങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി. കാരണം ഇവിടുന്ന് ഒരു ഡോക്ടറെ കാണാൻ പോകണമെങ്കിൽ ഒന്നിൽ പെരിന്തൽമണ്ണ അല്ലെങ്കിൽ ചെമ്മലശ്ശേരി പോകണം. അപ്പോൾ അത് ഒഴിവാക്കി നമുക്ക് ഈ ചീരട്ടാമലയിൽ തന്നെ അതിൻ്റെ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ഇത്. ഈ ആരോഗ്യ ഉപകേന്ദ്രം ഇവിടെ വരുന്നതിനെക്കുറിച്ച് നാട്ടുകാരെന്ന നിലയ്ക്ക് നിങ്ങളുടെ നമ്മൾ ഇങ്ങനത്തെ ഒരു ഉപകേന്ദ്രം ഇവിടെ വരണമെന്നില്ല അഭിപ്രായക്കാരാണ്. അതുകൊണ്ട് നമ്മൾ ഇത്ര ഫണ്ടൊക്കെ പഞ്ചായത്തിനെ കൊണ്ട് വെപ്പിച്ച് ഇത് നടത്തിപ്പ് കൊണ്ടുപോകണം. നമുക്ക് ഇവിടുന്ന് യാത്ര വളരെയധികം ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇവിടെ ബസ് സൗകര്യം ഇല്ലാത്തൊരു സ്ഥലമാണ്, പ്രദേശമാണ്. ഇവിടുന്ന് ഒരു പനി പിടിച്ച് പോകണമെങ്കിൽ 300 രൂപ അങ്ങോട്ടും കൊടുക്കണം, 300 ഇങ്ങോട്ടും 300 രൂപ. അപ്പോൾ ഒരാൾക്ക് ഒരു പനി പിടിച്ച് പോകണമെങ്കിൽ 1000 രൂപ ചിലവ് വരും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു ഡോക്ടറും ഒരു നഴ്സ് സ്ഥിരപ്പെടാൻ വേണം. പിന്നെ ഇവിടെ ഒരു പനി പിടിച്ചാലും കൂടി മരുന്നില്ല ഇവിടെ. അപ്പോൾ ഒരു മരുന്ന് അത്യാവശ്യം മരുന്നുകളും വേണം അവിടെ. ഇവിടെ ആദിവാസികൾ ഉള്ള പ്രദേശമാണ്. അവർക്ക് ഇടക്കിടക്ക് അവരെ നമ്മൾ കൊണ്ടുപോകണം. അവരുടെ അടുത്ത് പൈസ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പനി പിടിച്ചാൽ അവിടെ കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് നമ്മൾ ഇത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇങ്ങനെ ഒരു ഉപകേന്ദ്രം വരുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ മറ്റൊരാൾ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ആദിവാസി മേഖലയാണ്. അപ്പോൾ ആദിവാസി കുടുംബങ്ങളിലാണ്, അവർക്ക് വളരെ പ്രയാസമാണ്. അതുപോലെ തന്നെ പിന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവിടുന്ന് അയാൾ പറഞ്ഞ മാതിരി തന്നെ വാഹനത്തിന് ദുരിതം ഭയങ്കരമാണ്. അത് കാരണം ഓട്ടോ പിടിച്ചിട്ട് സ്വന്തം പോയി വരണമെങ്കിൽ ഭയങ്കര പ്രയാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഡോക്ടറെ നിയമിക്കുന്ന കാര്യത്തിൽ നമ്മൾ നാട്ടുകാരുടെ നിലയ്ക്ക് മെമ്പറോട് സംസാരിച്ചിരുന്നു. അതുമാതിരി പഞ്ചായത്ത് പ്രസിഡൻറ്റുമായിട്ടൊക്കെ സംസാരിച്ചതാണ്. അപ്പോൾ അത് സംസാരിച്ചതിൻ്റെ പേരിൽ നമുക്ക് കിട്ടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മളെ വേണ്ടത്. പിന്നെ സാധാരണക്കാരായ കുടിയേറ്റ മേഖല കർഷകരാണ്. പിന്നെ അതേമാതിരി കൂലിപ്പണിക്കാരൻ തൊഴിലാളികളാണ് ഇവിടെ ജീവിച്ചു വരുന്നത്. അപ്പോൾ അവർക്ക് വലിയ പ്രയാസമാണ്. മുതലാളിമാരൊന്നും കൂടുതലില്ലാത്ത സ്ഥലമാണ്. അതാണ് നമുക്ക് വേണ്ടത്. സാധാരണക്കാരനല്ലേ ആസ്പത്രി വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം ഒരാഴ്ചയിൽ 1 തവണ 2 തവണയോ അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഏറ്റവും ഉപകാരമായിരുന്നു. 2 തവണ എൻ്റെ അഭിപ്രായം 2 തവണ കിട്ടണമെന്നാണ്. അതിപ്പോൾ ഒരു ദിവസം ഒരാഴ്ചയിൽ 1 തവണയാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ആ രീതിക്ക് കിട്ടിയാൽ വളരെ ഉപകാരപ്രദമാണ്. ഏതായാലും ഈ നാട്ടുകാർ തന്നെ പറയുന്നൊരു കാര്യം, ആഴ്ചയിൽ 1 ദിവസമെങ്കിലും ഡോക്ടർ ഉണ്ടാകുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ആരോഗ്യ ഉപകേന്ദ്രം ഇവിടെ വരുന്നതോടുകൂടി അസുഖങ്ങൾ, ചെറിയ പനി വന്നാൽ പോലും പെരിന്തൽമണ്ണയിലോ ചെമ്മലശ്ശേരിയിലോ പോകേണ്ട അവസ്ഥയുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് കുടിയേറ്റ മേഖലയാണ്, സാധാരണക്കാരായ തൊഴിലാളികളാണ്, പിന്നെ ആദിവാസി മേഖലയാണ്, ഇവർക്കൊക്കെ ഇവിടെ ഈ ആരോഗ്യ ഉപകേന്ദ്രം വരുന്നതോടെ അവരുടെയൊക്കെ ദീർഘകാലത്തെ ഒരു സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. ക്യാമറമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട്, നീള 24 ലൈവ്.